പൗരത്വ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഈ സമയത്ത് തങ്ങളടക്കം ഞങ്ങൾ IUMLൻ്റെ കേസിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ വന്നത്. ഇന്നലെ തന്നെ വന്നു. ഞങ്ങൾ വളരെ വിശദമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ലോയേഴ്സിനെ വെച്ച് ഈ കേസ് ഫൈറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കപിൽ സിബലുമായിട്ട് ഇന്നലെ അദ്ദേഹമായിട്ട് വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഞങ്ങൾ കോടതിയിൽ ഉയർത്താൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നേരത്തെ കോടതിയിൽ കൊടുത്ത ഉറപ്പിന് വിരുദ്ധമായിട്ട് നേരത്തെ IUMLൻ്റെ കേസിൽ അന്ന് കപിൽ സിബൽ തന്നെ ഹാജരായ കേസിൽ അല്ലേ മീരൻ കേസിൽ കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് റൂൾസ് ഒന്നും ഉണ്ടാക്കാൻ ധൃതി കാണിക്കൂല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്താണ് ഇത്ര ഹറി? അതാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായി കോടതിയിൽ. അപ്പോൾ ആ ഹറി കോടതിയിലൊരു കേസ് നിൽക്കുമ്പോൾ തീരുമാനമാകാതെ ഹറി കാണിച്ച് നടത്താൻ പാടില്ല. പൗരത്വം കൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല, പക്ഷേ പൗരത്വം കൊടുക്കുന്നതിൽ പക്ഷപാതം കാണിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതേ തരത്ത നിലപാടിൽ. അപ്പോൾ അല്ല മുഴുവൻ പറഞ്ഞോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഈ നോമ്പ് കാലത്ത് തങ്ങളൊക്കെ അടക്കം ഇവിടെ വന്ന് ഈ ഡിസ്കഷൻ നടത്തുന്നതും. ഞങ്ങളെല്ലാവരും ഒരു ഡെലിഗേഷനായി തന്നെ ഞങ്ങളുണ്ട്, തങ്ങളുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാ ലീഡിങ് ലോയേഴ്സൊക്കെ ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഞങ്ങളെ മുഴുവൻ ലോയേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അറേ ഓഫ് ലോയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കപിൽ സിബലിൻ്റെ നേതൃത്വത്തിലുണ്ട്. അപ്പോൾ തങ്ങളും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോ. ഒരു ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലേറ്റർ. സാഹിബ് പറഞ്ഞ പോലെ ഇതൊരു അസമയത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു വിജ്ഞാപന ഇറക്കലായിട്ടാണ് ജനങ്ങളൊക്കെ ഒരു ആശങ്കയിലാണ് പൗരത്വത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ധൃതി പിടിച്ച രീതിയിൽ ഗവൺമെൻറ് ഇങ്ങനെ നീക്കം ആരംഭിച്ചു. അപ്പോൾ ഇതിനൊരു ശക്തമായ പ്രതിഷേധം. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗാണ് ഇതിലൊരു ലീഡിങ് പെറ്റീഷനായിട്ട് സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരിട്ട് കോടതി ഹാജരായിട്ട് ഇതിൻ്റെ ഗൗരവം കണക്കെടുത്തുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് അനുകൂലമായൊരു വിധി ഞങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ കോടതിയിലുണ്ടായിരുന്നു. അപ്പോഴാണ് അല്ല, അത് ആദ്യം തന്നെ ഈ കേസ് കോടതിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ ലീഡ് നല്ല പെറ്റീഷൻ എന്നുള്ള നിലക്ക് ഞങ്ങൾ സീരിയസ് ആയിട്ട് വന്നതുകൊണ്ടാണ് കോടതി ഞങ്ങളുടെ കേസ് ലീഡ് കേസാക്കി എടുത്തത്. ബാക്കി എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കേസാണെങ്കിലും ഗവൺമെൻറ് അടക്കലും ബാക്കി എല്ലാവരും അതിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അതായിരിക്കും അല്ലേ? ലീഡ് കേസ് നമ്മളുടെയാണ്. പൗരത്വ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ടു ലേറ്റ്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ വന്നില്ലേ. ഇനി അതൊക്കെ ഒരു പ്രചരണത്തിന് പറയാമെന്നല്ലാതെ കോടതിയിലൊക്കെ ഏതോ സ്റ്റേജിലെത്തിയ കേസ് ഇലക്ഷൻ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം എങ്ങനെ പിൻവലിക്കാനാണ്? അതൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ നേരത്തെ പിൻവലിക്കാമായിരുന്നല്ലോ. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിലുള്ള LDFന്റെ നിലപാട് അല്ല, അതല്ല. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഈ പെറ്റീഷൻ്റെ ഞങ്ങളിന്നിപ്പോൾ LDF UDF ഡിസ്കസ് ചെയ്യാനല്ല, LDF UDF ഡിസ്കസ് ചെയ്യാനല്ല. ഞങ്ങളിന്ന് വളരെ സീരിയസ് ആയിട്ട് ഇന്ന് സുപ്രീം കോടതിയിലുള്ള പൗരത്വ കേസിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി IUML ഫൈറ്റ് ചെയ്യാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഞങ്ങൾ അഖിലേന്ത്യാ ഭാരവാഹികളടക്കമൊക്കെ ഡൽഹിയിലുള്ളത്. അത് ഡിസ്കസ് ചെയ്യാണ്. We don't want to confine, you asked English question, we don't want to confine it to only a Kerala issue.